ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു പുതിയ അടിപൊളി സ്റ്റോറിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തുടങ്ങാം. സമയം ഇപ്പോൾ രാത്രി 9 മണിയോടടുത്തു. കണ്ണിലേക്ക് ഇരച്ചു കയറിയ ഇരുട്ട് ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞതാണ്. 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വൈകിട്ട് ഒന്ന് വിളിച്ചുപോലും പറഞ്ഞില്ല. ഒരു ഭൂകമ്പം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തിയിട്ട് ഏകദേശം 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. വീട്ടിലെത്തിച്ചു തന്ന ചങ്ക് ഗോകുലിനെ വിടാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നിനക്കെന്തായാലും ഇന്ന് കിട്ടും. ഞാനെങ്കിലും വീട്ടിൽ പൊക്കോട്ടെ പ്ലീസ്. ശരി, എന്നാൽ നീ വിട്ടോ. പിന്നെ നാളെ എന്നെ കണ്ടില്ലെങ്കിൽ ഒരു റീത്തുമായിട്ട് പോന്നേക്ക്. റീത്തല്ലളിയ, നിനക്കൊരു ശവപ്പെട്ടി തന്നെ എത്തിച്ചിരിക്കും. എന്നിട്ട് എന്നെ ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ മൂളിച്ചുകൊണ്ട് പറന്നകന്നു. അല്ലെങ്കിലും അവൻ ഒടുക്കത്തെ പോക്കേ പോകൂ. അവൻ്റെ പോയ വഴി നോക്കി അല്പസമയം നിന്നു. നിമിഷങ്ങൾ കൊണ്ട് അവൻ കൺമുന്നിൽ നിന്നും മറഞ്ഞു. വീണ്ടും പെട്ടെന്ന് പഴയ ചിന്തകൾ കടന്നു വന്നു. ഇനിയും വൈകുന്ന ഓരോ നിമിഷവും അപകടമാണ്. ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും ഒരുമിച്ച് വിളിച്ചു. സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. ഓരോ ചുവടുകൾ വയ്ക്കുന്തോറും ഹൃദയം കൂടുതൽ ശക്തിയിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സിറ്റ് ഔട്ടിൽ വാതിലിന് മുന്നിലെത്തി. ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെയാണ് നടന്നത്. അതുപോലെ തന്നെ മെല്ലെ വാതിലിൻ്റെ ഹാൻഡിൽ അടിയിലേക്ക് വലിച്ച് ചെറിയൊരു ഒച്ച പോലും ഇല്ലാതെ വാതിൽ തുറന്നു. ഹാളിൽ ഡൈനിങ് ടേബിളിൽ തലവെച്ച് കിടക്കുന്നുണ്ട് സാധനം. ജോലിക്ക് പോയിട്ട് വന്ന ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. അകത്തേക്ക് കയറി വേഗം വാതിൽ ലോക്ക് ചെയ്തു. ഒച്ചയുണ്ടാക്കാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ലക്ഷ്യമാക്കി നടന്നു. 3 അടി വെച്ചതും ചെറിയൊരനക്കം. അതോടൊപ്പം കിടപ്പിൽ നിന്നും എഴുന്നേറ്റ് മുഖമുയർത്തി എൻ്റെ നേർക്ക് നോക്കി. ആ വലിയ ഉണ്ടക്കണ്ണുകൾ അഗ്നിപർവ്വതം പൊട്ടിയ പോലെ ചുവന്നിട്ടുണ്ട്. വെള്ളം കാണാത്തതുപോലെ മുടികൾ പാറി നടക്കുന്നു. ഇനി ഒന്നും എൻ്റെ കയ്യിൽ നിൽക്കില്ല. ആ ഭദ്രകാളി രൂപം പൊടുന്നനെ എൻ്റെ നേർക്ക് ചീറി വരുന്നു. എന്ത് സഹിക്കാൻ ശക്തിയോടെ ഞാൻ അനങ്ങാതെ തന്നെ നിന്നു. ആ യക്ഷീരൂപം അടുത്തെത്തിയതും വലത് കൈ വീശി എൻ്റെ വലത്തെ കവിളിൽ ഒരടിയായിരുന്നു. ആരുടെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന് പോയതാടാന്നറി നീ? ആ കിട്ടിയ അടിയിൽ തലയിൽ നിന്നും കിളികൾ പല വഴിയിൽ പറന്നുപോയി. ഒന്ന് ആടി ഉലഞ്ഞ് നേരെ നിന്ന് പരിസരബോധം വീണ്ടെടുത്തു. അപ്പോഴേക്കും അതാ ഇടത് കൈ അതിലും വേഗത്തിൽ എൻ്റെ നേർക്ക് വരുന്നു. സിനിമ സ്റ്റൈലിൽ വെടിയുണ്ടയിൽ നിന്നും ഒഴിഞ്ഞു മാറും പോലെ സ്ലോ മോഷനിൽ പിറകിലേക്ക് കുതറി മാറി. സെക്കൻഡുകൾ കൊണ്ട് ഓടി സോഫയുടെ പിറകിൽ പോയി നിന്നു. പിറകെ തന്നെ അവരും എൻ്റെ എതിർദിശയിലെത്തി. കുറച്ച് സമയം ക്യാറ്റ് ആൻഡ് മൗസ് കളിച്ചു. എന്നെ പിടിക്കാൻ വലതുവശം ചേർന്ന് വരുമ്പോൾ ഞാൻ ഇടതുവശത്തേക്ക് ഓടും. എതിർദിശയിൽ വരുമ്പോൾ ഞാൻ വലതുവശത്തേക്കും തിരിയും. എന്നെ പിടിക്കാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കി അടവ് മാറ്റി. ആദ്യം കയ്യിൽ കിട്ടിയ റിമോട്ട് എടുത്ത് എൻ്റെ നേരെ എറിഞ്ഞു. ഒരു വിധത്തിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. റിമോട്ട് പോയി ഭിത്തിയിലിടിച്ച് തവിട് പൊടിയായി നിലത്ത്. അടുത്ത നിമിഷം അതാ വരുന്നു സോഫ പില്ലോ. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ല. കൃത്യമായി ദേഹത്ത് തന്നെ വീണു. ഇനിയും ഇവിടെ നിന്നാൽ ജീവന് ഭീഷണി ആയിരിക്കും. എത്രയും വേഗം രക്ഷപ്പെട്ടേ മതിയാകൂ. ശരവേഗത്തിൽ മുകളിലേക്കുള്ള പടികൾ ലക്ഷ്യമാക്കി കുതിച്ചു. അതാ എൻ്റെ നേർക്ക് ഭദ്രകാളി രൂപം അടുക്കുന്നു. അപായം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ കുതിച്ചു. മുതുകിൽ ഇടിവെട്ടിയ പോലെ ഒരു തല്ലായിരുന്നു. നിൽക്കടാ അവിടെ, നിന്നെ ഇന്ന് കൊല്ലോടാ പന്നി. ഇടിയോടുകൂടി ആ അലർച്ച ആ വീട് മുഴുവൻ മുഴങ്ങി. എന്നിട്ടും നിൽക്കാതെ കഴിവതും വേഗത്തിൽ ഞാൻ പടികൾ ചാടിക്കയറി ഓടി. ഓടുന്നതിനിടയിൽ താടക പിറകിലില്ലെന്ന് മനസ്സിലാക്കി റൂമിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് മറിഞ്ഞു. ഓഹ്, ഒരു യുദ്ധം കഴിഞ്ഞ പോലെ. അടികൊണ്ട കവിൾ നിറി പുകയുന്നു. എഴുന്നേറ്റ് കണ്ണാടിയിൽ പോയി നോക്കി. കവിളിൽ ചുവന്ന കളറിൽ 5 വിരലിൽ കൈയുടെ രേഖ ടാറ്റുവായി പതിച്ചിട്ടുണ്ട്. വീണ്ടും കട്ടിലിൽ ചാടിക്കേറി തിരിഞ്ഞു കിടന്നു. എൻ്റെ പേര് എബിൻ ഫെർണാണ്ടസ്, +2 സയൻസ് സ്റ്റുഡൻറ്റ്. ഇപ്പോൾ എന്നെ ഓടിച്ചിട്ട് തല്ലിയത് വേറെ ആരുമല്ല,
എൻ്റെ മമ്മി തന്നെയാണ്. ആ ശൗര്യം കണ്ടപ്പോൾ മനസ്സിലായി കാണും, ആളൊരു പോലീസാണ്. സബ് ഇൻസ്പെക്ടർ അഞ്ജലി മേനോൻ. പോലീസാണെങ്കിലും പോലീസ് യൂണിഫോമിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. പപ്പ ഫെർണാണ്ടസ്. അതെ, ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അവർ തമ്മിൽ ഏതോ കോച്ചിങ് സെൻറ്ററിൽ വെച്ചുള്ള പ്രണയം. ഒരുപാട് വർഷത്തെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒളിച്ചോട്ടം, കല്യാണം, അങ്ങനെ. പപ്പ ഒരു പോലീസ് കോൺസ്റ്റബിൾ. പിന്നെ പറയണ്ടല്ലോ, അതിൻ്റെ ഈഗോ, വേറെ പല പ്രശ്നങ്ങളും. ഒരുപാട് നാളത്തെ അവരുടെ ഒരുമിച്ചുള്ള ജീവിതം അങ്ങനെ എൻ്റെ 10ാമത്തെ വയസ്സിൽ ഒഫീഷ്യലി അവസാനിച്ചു. എന്നാലും പപ്പയും ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. എന്നെ ഇപ്പോഴും വലിയ കാര്യമാണ്. ഇപ്പോൾ ഡൽഹിയിലാണ് താമസം. വേറെ കല്യാണം കഴിഞ്ഞു, ഭാര്യ, മക്കൾ, സുഖജീവിതം. ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അതേപോലെ അക്കൗണ്ടിൽ മമ്മി അറിയാതെ പൈസയും അയക്കും. ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് നാളായി. മമ്മി അതിനുശേഷം എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു, മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ. മമ്മിക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്നിപ്പോൾ കണ്ട പോലെ ഭദ്രകാളി രൂപം, അതേപോലെ ദേവീ രൂപവും. അത് അന്യൻ സിനിമയിലെ വിക്രമിൻ്റെ പോലെ മാറി മാറി വരും. ഇവിടെ അന്യനെ വിളിച്ചു വരുത്തുന്നത് ഞാൻ തന്നെയാണ്. അതേപോലെ ശാന്തമായ സ്വഭാവത്തിലാണെങ്കിൽ എന്നെ അതേപോലെ സ്നേഹിക്കുന്ന ആരുമില്ല. അതിപ്പോൾ കലിപ്പ് മോഡാണെങ്കിൽ 7 അയലത്ത് നിൽക്കാൻ സാധിക്കില്ല. അതുപോലെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ധൈര്യശാലിയും ബോൾഡുമായ സ്ത്രീ മമ്മി തന്നെയാണ്. അതൊരുപാട് കഥകളുണ്ട്, അതെല്ലാം ഉടനെ പറയാം. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് എപ്പോഴോ അല്പം ഭക്ഷണം കഴിച്ചതാണ്. ഇപ്പോൾ വിശന്ന് വയറ് കത്തുന്നു. ഇത്രയും തല്ലിയതല്ലേ, ആ രാക്ഷസിക്ക് ഒന്ന് വന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ ഇത്തിരി ഫുഡ് കൊണ്ട് തന്നൂടെ? കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ട. അടുക്കളയിൽ പോയി വല്ലതും തിന്നാലോ? വേണ്ട, വീണ്ടും അവളുടെ മുന്നിൽ പോയി പെട്ട പൊടി പോലും കിട്ടില്ല. ഡെസ്കിലിരുന്ന വെള്ളം എടുത്ത് കുടിച്ച് വയറ്റിൽ തീ കെടുത്തി. ഇപ്പോൾ ഒരല്പം ആശ്വാസം. എന്നിട്ടും കിടന്നിട്ട് ഉറക്കം മാത്രം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കുറേ സമയം കിടന്നു. ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. സമയം നോക്കി. ഓ ഗോഡ്, 10 മണി കഴിഞ്ഞു. കഠിനമായ ഉറക്കത്തിൽ പറന്നുപോയ കിളികൾ ഓരോന്നായി തലയിലേക്ക് തിരിച്ചു ചേക്കേറി. ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. ക്ലാസ്സിൽ പോകാത്തതിനായിരിക്കും ഇന്നത്തെ യുദ്ധം. ഇന്നലെ വന്നു കിടന്ന യൂണിഫോം പോലും മാറ്റിയിട്ടില്ല. ഉടനെ തന്നെ അടിയിലെ ഫ്ലോറിലേക്ക് നടന്നു. ഒച്ചയനക്കം ഒന്നും കേൾക്കുന്നില്ല. രക്ഷപ്പെട്ടു. ഇനി വൈകുന്നേരം വരെ ശല്യമില്ല. വീണ്ടും മുകളിൽ കയറി കണ്ണാടിയിൽ നോക്കി. ഇന്നലെ ഉണ്ടായ ചുവന്ന കൈപ്പത്തി രേഖ മാറി കറുപ്പ് കളറിൽ കരുവാളിച്ച് കിടപ്പുണ്ട്. എനിക്ക് നല്ല വെളുത്ത നിറം ആയതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായി തെളിഞ്ഞു തന്നെ കാണാം. അപ്പോൾ കാരണമായി സ്കൂളിൽ പോകാത്തിൻ്റെ. വേഗം തന്നെ പല്ല് തേച്ചൊന്ന് ഫ്രഷായി യൂണിഫോം എല്ലാം മാറ്റി ഒരു ഷോർട്ട്സും ബനിയനും എടുത്തിട്ടു. നേരെ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. ഇനിയും വൈകിയ തലറങ്ങി വീഴും. അടുക്കളയിൽ കയറി തലങ്ങും വിലങ്ങും നോക്കി. എങ്ങും ഒഴിഞ്ഞ പാത്രങ്ങൾ മാത്രം. ദേഷ്യം കൊണ്ട് കണ്ണു നിറഞ്ഞു. പിശാചിന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പൊക്കൂടെ? ഞാൻ സ്വയം മനസ്സിൽ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ഓഫായി പോയ ഫോണിൻ്റെ കാര്യം അപ്പോഴാ ഓർത്തത്. നേരെ പോയി അത് ചാർജിലിട്ട് നിമിഷങ്ങൾക്കകം ഓണാക്കി. ചറപറ നോട്ടിഫിക്കേഷൻ, മിസ്ഡ് കോൾസ്. കൂട്ടത്തിൽ അതാ 27 മിസ്ഡ് കോൾസ് ബൈ അച്ചു. അതെ, പ്രണയം. ഒരുപാട് കഷ്ടപ്പെട്ട് സെറ്റാക്കിയതാ. പേര് ആവണി മനോജ്. എൻ്റെ പുറകെ നടന്ന ഒരുപാട് പേരെ വേണ്ടെന്ന് വെച്ച് ഞാൻ ആകെ ഇഷ്ടപ്പെട്ട ഏക ഒരുത്തി. ഞാൻ സയൻസ് ബാച്ചും അവൾ കൊമേഴ്സ് ബാച്ചും. അടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിട്ട് 3 മാസമേ ആകെ ആയിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരായുഷ്കാലം മുഴുവൻ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇപ്പോഴേ ഞങ്ങൾ. ഒരു ദിവസം എൻ്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്തവൾ. നാളെ ക്ലാസ്സിൽ ചെന്നിട്ട് അവളുടെ വായിലിരിക്കുന്നതും കേൾക്കണം. അപ്പോഴേക്കും കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു. ഓ മൈ ഗോഡ്, മമ്മി. മടിച്ച് ഫോൺ എടുത്തു. ഇനി എന്തായിരിക്കും ദൈവമേ? മോനു. അപ്പുറത്തു നിന്നും സ്നേഹത്തോടെയുള്ള മധുര ശബ്ദം.
മോനു എന്ന് മമ്മി നോർമൽ മോഡിലുള്ളപ്പോൾ വിളിക്കുന്നതാണ്. ഭാഗ്യം രക്ഷപ്പെട്ടു. എന്നിരുന്നാലും ഞാൻ അല്പം ജാട കാണിച്ചു. എന്തു വേണം, ചത്തോന്നറിയാനാണോ? നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, പോയില്ല. ഇന്നലെ എന്തൊരടിയാണ് അടിച്ചത്. മുഖത്തെ പാടുപോലും പോയിട്ടില്ല. തോന്നിവാസം കാണിച്ചിട്ടല്ലേ ഇന്നലെ നിന്നെ കൊല്ലാതെ വിട്ടത്. നിന്റെ ഭാഗ്യമായി കണ്ടാൽ മതി. ഓ ശരി മാഡം. നീ വല്ലതും കഴിച്ചോടാ? പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. അത് പിന്നെ ഇന്നൊരു അർജൻറ്റ് കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഇങ്ങ് പോന്നു. ഓ വളരെ ഉപകാരം. ഒരു കാര്യം ചെയ്യ്, ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കാശ് വെച്ചിട്ടുണ്ട്, അതെടുത്തോ. പുറത്തു നിന്നും വല്ലതും വാങ്ങിക്കഴിക്കുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ളതും വാങ്ങിച്ചോ. ആ പിന്നെ കാറ് ഞാൻ എടുക്കും പുറത്തു പോകാൻ. സൂക്ഷിച്ചു പോ. വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും പഠിക്കാൻ നോക്ക്. ഓഫ് കോഴ്സ് മാഡം. ശരി, എന്നാൽ ഞാൻ കുറച്ച് തിരക്കില്ല. വൈകുന്നേരം കാണാം. ബൈ. ഇതുകൊണ്ടാണ് എനിക്ക് മമ്മിയോടധികം ദേഷ്യം തോന്നാത്തത്. ഇടയ്ക്ക് കലിപ്പത്തി ആകുമെങ്കിലും ഉള്ളു നിറച്ച് സ്നേഹവാ. പിന്നെ ഒട്ടും കാത്തു നിൽക്കാതെ വേഗം വീട് പൂട്ടി ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്നത് കൊച്ചി സിറ്റിയിൽ തന്നെയാണ്. കുറച്ച് അകത്തേക്ക് കയറിയാണെങ്കിലും നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കിതുവരെ സ്വന്തമായൊരു വീട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആസ്തി ഞങ്ങൾക്കുണ്ട്. മമ്മിയുടെ സ്വന്തം വീട് കോട്ടയത്താണ്. ഒളിച്ചോട്ടം കഴിഞ്ഞ് ഉടക്കിലായിരുന്നെങ്കിലും ഇപ്പോൾ അവരുമായി വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അമ്മുമ്മ മരിച്ചുപോയി. മമ്മി ഒറ്റമകൾ, അതായത് കൊണ്ട് പ്രായമായ അപ്പൂപ്പൻ ഒറ്റയ്ക്കാണ് താമസം. ഞങ്ങൾ ഇടയ്ക്ക് വെക്കേഷൻ സമയത്തൊക്കെ അവിടെ പോയി നിൽക്കാറുണ്ട്. അപ്പൂപ്പനെ ഇവിടെ ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ പറഞ്ഞാലും പുള്ളി സമ്മതിക്കില്ല. പുള്ളിക്ക് ആ കാർഡും റബ്ബറും വിട്ട് എങ്ങോട്ടും വരാൻ പോണില്ല. ഞാൻ കാറെടുത്ത് വേഗത്തിൽ വെച്ച് പിടിച്ചു. എനിക്ക് ഏറ്റവും ഹരമുള്ള ഏർപ്പാടാണ് ഡ്രൈവിംഗ്. മാരുതി സ്വിഫ്റ്റാണ് വീട്ടിലെ വണ്ടി. ലൈസൻസ് കിട്ടിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എങ്കിലും ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറായി മാറി. പക്ഷേ മമ്മി എപ്പോഴും എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും തരില്ല. ഉച്ച സമയമായിട്ടും നല്ല രീതിയിൽ ട്രാഫിക്കുണ്ട്. ഒരു ഹോട്ടൽ പാർക്കിൽ വണ്ടി കയറ്റി നേരെ അകത്ത് കയറി ഒരു മട്ടൻ ബിരിയാണി തന്നെ പറഞ്ഞു. ഉളുക്കിനും ചതവിനും മട്ടൻ കറക്റ്റാണ്. പിന്നെ അതുമായി വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. നല്ല വിശപ്പുള്ളത് കൊണ്ട് വെച്ചലക്കി വിട്ടു. വീട്ടിലെത്തി TV ഓണാക്കി ഫുഡ് പ്ലേറ്റിലിട്ടുകൊണ്ട് കഴിപ്പ് തുടങ്ങി. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ടെസ്റ്റ് ലൈവ് നടക്കുന്നുണ്ട്. ക്രിക്കറ്റ് കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അതും കണ്ടിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഫുട്ബോളാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു. അതാ ഒരു ചാനലിൽ വെടിവഴിപാട് സിനിമ. അതെനിക്ക് ഇഷ്ടമുള്ള പടമാണ്. അതിലെ രസിപ്പിക്കുന്ന കോമഡിയെല്ലാം കൊള്ളാം. പിന്നെ അതും കണ്ടിരുന്നു. ആ സിനിമയിലെ അനുമോൾ എന്നൊരു നടിയുണ്ട്. അതെൻ്റെ മമ്മിയുടെ തനി പകർപ്പാണ്. അതേ ഫേസ് ആൻഡ് ബോഡി കട്ട്. ഞാനും അത് മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അവൾ മറ്റേ ടൈപ്പ് റോളാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് എപ്പോഴോ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെ കണ്ണ് തുറന്നപ്പോൾ TV-യിൽ ഏതോ പരിപാടി നടക്കുന്നുണ്ട്. സമയം 4 മണി കഴിഞ്ഞു. പഠിക്കാനുള്ള മൂഡ് വരണില്ല. 10th വെച്ച് ഫുൾ A+ ഉണ്ടായിരുന്നതാ. +1 എത്തിയപ്പോൾ ഉഴപ്പ് തുടങ്ങി. +1 അത്യാവശ്യം മാർക്കുണ്ടെങ്കിലും +2 അതിലും നന്നായി ഉഴപ്പി. പഠനത്തിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പ്രണയം, കൂട്ടുകാർ അതെല്ലാം ആയപ്പോൾ മൈൻഡ് മാറിയ പോലെ. അവസാനം നടത്തിയ എക്സാമിൽ അസ്സലായി തോറ്റു. ഇനി അതൊക്കെ മമ്മി അറിഞ്ഞാൽ എന്തായിരിക്കുമോ ആവൂ. മമ്മി വരാൻ എന്തായാലും 6:30 കഴിയും. ഞാൻ വേഗം ബൂട്ടെടുത്ത് ഗ്രൗണ്ടിലേക്ക് വിട്ടു. കുറേ സമയം കളിച്ച ശേഷം 6 മണിക്ക് തിരികെ വന്നു. വേഗം കുളിച്ച് ബുക്കെടുത്ത് വായിക്കുന്ന പോലെ അഭിനയിച്ചു. ഏത് സമയത്തും മമ്മി വരും. ജീപ്പിൻ്റെ സൗണ്ട് പുറത്ത് കേൾക്കുന്നുണ്ട്. മമ്മി എത്തി. ഞാൻ സോഫയിൽ ബുക്കിൽ നോക്കിയിരുന്നു. മമ്മി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇതെന്ത് അത്ഭുതം, നീ പഠിക്കുന്നോ? അതെന്തേ, എനിക്ക് പഠിക്കാനും പാടില്ലേ? ഞാൻ കൂടുതൽ ദേഷ്യം പ്രകടിപ്പിച്ചു. നിന്റെ ദേഷ്യം ഇപ്പോഴും മാറിയില്ലേടാ? എവിടെ, നിന്റെ കവിള് നോക്കട്ടെ. മമ്മി എൻ്റെ മുഖത്ത് പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കി. വേദനിച്ചോ മോനു? ഇല്ല, നല്ല സുഖം കിട്ടി.
സോറിടാ, നീ ഒന്ന് ക്ഷമിക്ക്. അതോടൊപ്പം അടി കിട്ടിയ കവിളിൽ ഒരു ഉമ്മയും. ചൂടുള്ള ചുണ്ടുകൾ എൻ്റെ കവിളിൽ ഒരു ശബ്ദത്തോടെ പതിച്ചുകൊണ്ട് വിണ്ടുമാറി. ഇപ്പം മാറിയോ? കുറച്ച് നല്ലതാ. എന്നോട് പറയാതെ സിനിമയ്ക്ക് പോയിട്ടല്ലേ? സിനിമയ്ക്ക് പോയത് മമ്മി എങ്ങനെ അറിഞ്ഞു? തെളിയാത്ത കേസുകൾ പുഷ്പം പോലെ തീർക്കുന്ന എനിക്കാണോ ഈ സില്ലി മാറ്റർ? ഇതൊക്കെ എനിക്ക് പൂ പറിക്കുന്ന പോലെ നിസ്സാരം. അതോടൊപ്പം മമ്മി ഡ്രസ്സിൻ്റെ കോളറിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു വിട്ട് ഗമ കാണിച്ചു. എന്നിട്ടാണോ എന്നോട് അത്രയും ക്രൂരത കാണിച്ചത്? മിണ്ടൂല്ല ഞാൻ. എന്നാൽ ഒരു കാര്യം ചെയ്യേ, നീ പോയി ഡ്രസ്സ് മാറ്റി നല്ലതേതെങ്കിലും ഇട്ടിട്ട് വാ. നമുക്കൊന്ന് പുറത്തൊക്കെ കറങ്ങി വരാം. ദേ വരുന്നു. ഞാൻ മുകളിലേക്ക് ചാടിക്കേറി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇന്നലെ കണ്ട അതേ ആൾ തന്നെയാണോ ഇതെന്ന്. സംശയം വേണ്ട, ആളത് തന്നെയാ. കൂടുതൽ സമയവും ഈ രീതിയിൽ തന്നെ ആയിരിക്കും സ്വഭാവം. ഇടയ്ക്ക് സൈക്കോ സ്വഭാവം കയറും. അധികം സമയം പാഴാക്കാതെ വേഗത്തിൽ കിട്ടിയ ജീൻസും ടീഷർട്ടും വലിച്ചു കയറ്റി മുടിയൊക്കെ ചീകി മുഖമൊക്കെ കഴുകി അടിയിലേക്കെത്തി. മമ്മി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്ന അതേ ചുരിദാർ തന്നെ. അല്പം മേക്കപ്പ് ഇട്ട് ചുണ്ടിൽ ചെറുതായി റെഡ് ലിപ്സ്റ്റിക് ഇട്ട് മോഡേൺ സ്റ്റൈലിൽ സുന്ദരിയായി ദേവതയെ പോലെ മമ്മിയും. ഞങ്ങൾ ഒരുമിച്ച് കാർ ലക്ഷ്യമാക്കി നടന്നു. മമ്മി തന്നെയാണ് ഡ്രൈവർ. ആദ്യമേ തന്നെ മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി നീങ്ങി. കാറ് പാർക്ക് ചെയ്തു. 2 കമിതാക്കളെ പോലെ കായലിൻ്റെ അരികിലൂടെ നടന്നു. വാക്ക്വേ മുഴുവൻ കപ്പിൾസ് നിറഞ്ഞിരുന്നു. അതുപോലെ തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള അമ്മായിമാരുടെയും അമ്മാവന്മാരുടെയും കസർത്തും നടത്തവും മറ്റൊരു വഴിക്ക്. ഞാനും മമ്മിയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടന്നു. അവിടുത്തെ ചുവന്ന പ്രകാശത്തിൽ മമ്മിയുടെ ആ വലിയ കമ്മലും ചിരിക്കുമ്പോൾ പൊഴിയുന്ന പല്ലുകളും തിളങ്ങി നിന്നു. സ്വർണ്ണ ചിറകുള്ള മാലാഖയെപ്പോലെ മമ്മി പാറി നടന്നു. അവിടെയുള്ള എല്ലാവരും തന്നെ മമ്മിയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ അല്പം ജാടയിട്ട് നടന്നു. മമ്മി ഇന്ന് അവിടെ വെച്ച് ഒരുപാട് സന്തോഷവതിയായി കാണപ്പെട്ടു. അവിടെ കുറേ സമയം കറങ്ങി ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് അതിൻ്റെ ഇടയ്ക്കിടെ അച്ചുവിൻ്റെ കോളുകൾ ഒരുപാട് വന്നുകൊണ്ടിരുന്നു. ഞാനൊന്നും അറ്റൻഡ് ചെയ്തില്ല. ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ച് പിടിച്ചു, സെൻട്രോ മോൾ. അവിടെയും കുറേ കറങ്ങി, കുറച്ച് ഷോപ്പിംഗ് നടത്തി, കുറച്ച് ഡ്രസ്സ്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിക്കൂട്ടി. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളിയെത്തി. ഒരു റെസ്റ്റോറൻറ്റിൽ വലിയ ഓഫർ ബോർഡ്. അവിടേക്ക് കയറി സ്മോക്കി ചിക്കനോ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും 10 മണി കഴിഞ്ഞു. അച്ചുവിൻ്റെ ശല്യം വീണ്ടും തുടർന്നു. അറ്റൻഡ് ചെയ്താൽ ശരിയാവില്ല. നാളെ നേരിട്ട് പോയി കിട്ടേണ്ടത് കൈപ്പറ്റണം. ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്തു. വീട്ടിലേക്ക് മടങ്ങി. എത്ര നാളായി മമ്മി നമ്മൾ ഇതുപോലെ പുറത്തൊക്കെ കറങ്ങിയിട്ട്. നമുക്കിടയ്ക്കൊക്കെ ഇതുപോലെ എൻജോയ് ചെയ്യാട്ടോ. അയ്യടാ, ഒറ്റ ദിവസം കൊണ്ട് 6700 രൂപയാണ് ചിലവായത്. ഇനി അടുത്ത കൊല്ലം. ഇതുപോലൊരു പിശുക്കി. ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് എന്തിനാ? ജീവിതം ഒന്നല്ലേ, അത് മാക്സിമം തകർക്കണം. നിനക്ക് വേണ്ടി തന്നെയായി സമ്പാദിക്കുന്നതെല്ലാം. ഓ, എനിക്കൊന്നും വേണ്ട. മമ്മി ഇന്നത്തെ പോലെ സന്തോഷമായിട്ട് കണ്ടാൽ മതി. എനിക്ക് നീയൊന്ന് നന്നായി പഠിച്ചും കണ്ടാൽ മതി. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നാളെ കൂടെ ഞാൻ ലീവ് എടുത്താലോ? അടിച്ച് നിൻ്റെ പല്ല് താഴെയിടും. എന്നാൽ ശരി, ക്ലാസ്സിൽ പോകുന്നത് നല്ലത്. ടേ എന്നൊരു ശബ്ദം പെട്ടെന്ന് മുഴങ്ങി. ഞാനും അതിൻ്റെ കൂടെ ഒന്ന് ഞെട്ടിപ്പുളഞ്ഞു. നാശം പിടിക്കാൻ ടയർ പഞ്ചറായി എന്നാണ് തോന്നുന്നേ. പുറത്തേക്കിറങ്ങി മുന്നിലെ ടയറിൻ്റെ വെടി കഴിഞ്ഞിരിക്കുന്നു. ഡിക്കിയിൽ നിന്ന് ആ സ്റ്റെപ്പിനെയും ജാക്കിയും എടുത്തേ. മമ്മിയിൽ നിന്നും ഒരാജ്ഞ. വിജനമായ റോഡ്, വണ്ടികൾ തീരെ കുറവ്. ഞാനും മമ്മിയും പുതിയ ടയർ ഇടാനുള്ള തന്ത്രപ്പണികൾ ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ പണി കിട്ടുന്നത് കൊണ്ട് ഇതൊക്കെ സില്ലി മാറ്ററായി. 4-5 വർഷങ്ങൾക്ക് മുമ്പ് സെയിം സിറ്റുവേഷൻ. ഞാൻ അന്ന് ചെറുതാണ്. ഞങ്ങൾ ഇതുപോലെ വഴിയിൽപ്പെട്ടു. കുറച്ചു പേർ ബൈക്കിൽ അതുവഴി കടന്നുപോയി. കണ്ടാൽ അറിയാം, കഞ്ചാവ് പിള്ളേർ. അവർ നോക്കിപ്പോയി. കുറച്ചു കഴിഞ്ഞ് 4 ബൈക്കിൽ 8 പേരോളം അങ്ങോട്ടേക്ക് വന്നു. മമ്മിക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. മമ്മി എന്നോട് പിറകിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. മമ്മി ഒട്ടും പതറിയില്ല. മുഖത്ത് ചെറിയൊരു ഭയം പോലുമില്ല. എന്തു പറ്റി ചേച്ചി? ഞങ്ങൾ സഹായിക്കാം.
ഒരു സഹായവും വേണ്ട, നിങ്ങളൊന്ന് പോവാൻ നോക്കിയേ. ഇങ്ങോട്ട് താ മോളെ. അതിലൊരുത്തൻ മമ്മിയുടെ കയ്യിൽ കയറി പിടിച്ചു. നിമിഷങ്ങൾ കൊണ്ട് മമ്മിയുടെ ഒരു പഞ്ച് അവൻ്റെ നെഞ്ചിൽ. മമ്മി ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണേ. അവൻ നിലവിളിച്ച് തെറിച്ചു നിലത്ത് വീണു. ഒപ്പമുള്ളവർ ഒന്ന് പതറി. എന്നിട്ടും അവരെല്ലാം മമ്മിയുടെ നേരെ കുതിച്ചു. അടുത്ത നിമിഷം മമ്മി പിറകിൽ അരയിൽ നിന്നും തോക്ക് പുറത്തെടുത്ത് അവരുടെ നേരെ ചൂണ്ടിക്കാട്ടി ലോഡ് ചെയ്തു. ഏറെ കിട്ടിയ പട്ടിയുടെ പോലെ പലരും പല വഴിക്കോടി, ബൈക്ക് പോലും എടുക്കാതെ. ഇതുപോലെ പല സിനിമാ സ്റ്റൈൽ മാസ് കഥകളും ഉണ്ടായിട്ടുണ്ട്. ഓരോന്നായി ഇടയ്ക്ക് പറയാം. അങ്ങനെ ടയറൊക്കെ മാറ്റി വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 11:30 കഴിഞ്ഞു. ക്ഷീണം കൊണ്ട് കിടന്നതും ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം എഴുന്നേറ്റപ്പോൾ അല്പം വൈകിയെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയായി സ്കൂളിലേക്ക് വിട്ടു. ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ ബൈക്കിലാണ് പോകാറുള്ളത്. അവരൊക്കെ പോയിട്ടുണ്ടാകും. ബസ് പിടിച്ച് സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് സ്കൂളിലേക്ക്. ബസ് സ്റ്റോപ്പിൽ എൻ്റെ കണ്ണുകൾ അവളെ തിരഞ്ഞു. ഓ ഭാഗ്യം, അവളെ കാണുന്നില്ല. എങ്ങനെ വന്നാലും ഇവിടെ ഇറങ്ങി ഞാനും അച്ചുവും ഒരുമിച്ചേ സ്കൂളിലേക്ക് നടക്കൂ. ഇന്നിപ്പോൾ വൈകിയത് കൊണ്ട് അവൾ പോയി കാണും. ഞാൻ വേഗത്തിൽ അകത്തേക്ക് നടന്നു. പിറകിൽ നിന്നും ഒരലർച്ച. ഡാ. ജ്വലിച്ച കണ്ണുകളുമായി അച്ചു പിറകിൽ. ഞാൻ നേരെ തിരിഞ്ഞു നിന്നു. മുഖത്തിൻ്റെ ഇടതുവശം അടികൊള്ളാൻ വിധത്തിൽ ചരിച്ചു കൊടുത്തു. ഊഹം തെറ്റിയില്ല. അവളുടെ പൂ പോലെയുള്ള കൈകൾ കരണം പുളച്ചു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു വിതുമ്പിക്കൊണ്ടിരുന്നു. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് നടന്നു. ആരൊക്കെയോ അതും നോക്കി ദൂരെ നിൽക്കുന്നുണ്ട്. സ്കൂളിൻ്റെ ഗ്രൗണ്ടുണ്ട്, അത് കുറച്ച് മാറിയാണ്. അതിൻ്റെ പിറകിൽ ഒരു കാട് പിടിച്ച ഒരു സ്ഥലം, കാമുകന്മാരുടെ സ്പോട്ടാണത്. അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഞാനും ഇരുന്നു. അവൾ ഇപ്പോഴും കരച്ചിൽ തുടരുകയാണ്. ഒന്ന് നിർത്തോ, കുറേ നേരം ആയല്ലോ. നിനക്ക് മതിയായെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. അതിനിപ്പോൾ എന്താ ഉണ്ടായത്? 2 ദിവസമായിട്ട് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. എത്ര വട്ടം ഞാൻ വിളിച്ചു. നിനക്കല്ലെങ്കിലും എൻ്റെ വിചാരമൊന്നും ഇല്ലല്ലേ? വിതുമ്പിക്കൊണ്ട് മൂക്ക് ചീറ്റി അവൾ പറഞ്ഞൊപ്പിച്ചു. ഞാൻ അതൊക്കെ പറയാം, നീ ആദ്യം കരച്ചിലൊന്ന് നിർത്ത്. ഒരു വിധത്തിൽ കരച്ചിൽ നിർത്തി. എന്നിട്ടും ചീറ്റിക്കൊണ്ടിരുന്നു. ഡീ, വീട്ടിൽ മമ്മിയുമായിട്ട് ആകെ പ്രശ്നമായിരുന്നു. നിനക്കറിയാലോ മമ്മിയുടെ സ്വഭാവം. ഇത് കണ്ടോ? ഞാൻ വലത് കവൾ അവൾക്ക് നേരെ കാണിച്ചിട്ട്, ഈ കൈപ്പാട് മമ്മി തല്ലിയതാ. എന്നാലും നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ? അതിന് എൻ്റെ ഫോൺ മമ്മിയുടെ കയ്യിലായിരുന്നു. നീ വിളിച്ചത് മമ്മി അറിഞ്ഞിട്ടുണ്ടാകും. അയ്യോ ദൈവമേ, എന്നാ എൻ്റെ കാര്യം തീർന്നു. നീയും തല്ലിയില്ലേ എന്നെ, ദുഷ്ട. അച്ചോടാ, നിനക്ക് വേദനിച്ചോ? ഇല്ല, നല്ല സുഖം കിട്ടി. സോറിടാ, നിനക്ക് എന്നാ അത് ആദ്യം പറയായിരുന്നു. അതിന് പറയുന്നതിന് മുമ്പ് നീ എൻ്റെ കവിളടിച്ച് പൊട്ടിച്ചില്ലേ? മമ്മി തല്ലിയതിൻ്റെ പകരം ഒരു ഉമ്മയാ തന്നത്. നീ എന്താ തരാൻ പോകുന്നേ? ഞാനും ഒരു ഉമ്മ തരാം. അത് പറഞ്ഞതും കവിളിൽ അവളുടെ അധരം കവിളിൽ പതിഞ്ഞു. അയ്യേ, കവിളിലോ? എനിക്കൊന്നും വേണ്ട, ചുണ്ടി തന്നാൽ മതി. അയ്യടാ മോനെ, അതൊന്നും നടക്കില്ല. എന്നാൽ ഇനി ഞാൻ മിണ്ടില്ല, ഫോണും എടുക്കൂല. ദേ പിന്നെയും തുടങ്ങി. ശരി, സമ്മതിച്ചു. ആകെ ഒരെണ്ണം, പിന്നെ ചോദിക്കരുത്. ആ മതി. അവളുടെ മുഖം തിളങ്ങുന്ന ചന്ദ്രനെ പോലെ കരഞ്ഞ് നനഞ്ഞു കുതിർന്ന കണ്ണുകൾ, വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടുകൾ, കുണുങ്ങിച്ചിരിക്കുമ്പോൾ കാണുന്ന കമ്പിയിട്ട വെളുത്ത പല്ലുകൾ. ചുംബനത്തിനായി അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു. അടുത്ത നിമിഷം ഞങ്ങളുടെ ചുണ്ടുകൾ കോർത്തു. ആ സമയം കൈകൾ ഇടുപ്പിൽ പിടുത്തമിട്ടു. ഇടുപ്പിൽ അമർത്തിക്കൊണ്ടിരുന്നു. കൈകൾ ഞാൻ മെല്ലെ മുകളിലേക്ക് നീക്കി. അല്പം അകലത്തിലെത്തിയപ്പോഴേക്കും അവളിൽ നിന്നും പ്രതിഷേധ സ്വരമുയർന്നു. അവൾ തന്നെ എൻ്റെ കയ്യിൽ പിടിച്ച് അടിയിലേക്ക് കൊണ്ടുപോയി ഇടുപ്പിൽ വെച്ചു. ദൂരെ നിന്നുള്ള സൈറൻ മുഴങ്ങി. ആ നിമിഷങ്ങൾ നീണ്ടു നിന്നുള്ള ചുംബനം അവസാനിച്ചു. അച്ചു ചാടി എഴുന്നേറ്റ് എൻ്റെ കൈയും വലിച്ച് ക്ലാസ് റൂമിലേക്ക് നടന്നു. അടുത്ത പീരീഡിനുള്ള ബെല്ലാണ് മുഴങ്ങിയത്. അവൾ തന്നെ എന്നെ ക്ലാസ്സിലേക്ക് ഉന്തിവിട്ടു. ഞാൻ ക്ലാസ്സിലേക്ക് കയറി. എന്നെ കണ്ടതും ഗോകുൽ കൈപൊക്കി വിളിച്ചു. പിറകിലെ ബെഞ്ച്.
ഞാൻ, ഗോകുൽ, ഫൈസ്, പിന്നെ അഭി. ഞങ്ങൾ 4 പേരായിരുന്നു കട്ട ചങ്സ്. ഇവന്മാരുടെ കൂടെ കൂട്ടുകൂടിയ ശേഷമാണ് ഞാനും ഒരു തലതെറിച്ചവനായി പോയത്. എന്നാലും എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിറകിൽ പോയി അവരുടെ ഒപ്പമിരുന്നു. തൈര്, ഇന്ന് നിന്നെ കണ്ടില്ലെങ്കിൽ റീത്തുമായിട്ട് വരാനിരുന്നതാ. ശവത്തെ കുത്തല്ലേടാ തെണ്ടികളെ. എന്തായി അന്ന് വീട്ടിൽ പോയിട്ട് സീനായ? കോപ്പ്, ഞാൻ അപ്പോളേ പറഞ്ഞതാ ഞാൻ ഇല്ലാന്ന്. പിന്നെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നപ്പോൾ മാത്സ് എടുക്കാൻ തവളക്കണ്ണൻ സാർ എത്തി. മാത്യൂസ് എന്നാണ് പേര്. ഞങ്ങൾ കളിയാക്കി അങ്ങനെ വിളിക്കും. ഞങ്ങൾ പണ്ടേ അയാളുമായിട്ട് ഉടക്കി തന്നെയാണ്. അങ്ങനെ ബോറ് ക്ലാസ്സുകൾ ഓരോന്നായി കടന്നുപോയി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അച്ചുവിൻ്റെ കൂടെ നടന്നു. നിൻ്റെ പിണക്കമൊക്കെ തീർന്നില്ലേ? പിന്നെ എന്തിനാ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് പിടിക്കുന്നേ? ഇന്നെങ്ങാനും ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ നിൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും, കേട്ടല്ലോ? അയ്യേ, അതാണോ കാര്യം? ഇന്ന് മുതൽ ഞാൻ ഫുൾ ഫ്രീ അല്ലേ? നീ എപ്പോൾ വേണമെങ്കിലും വിളിക്കും മുത്തേ. ഇല്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിലേക്ക് കയറി വരും, പറഞ്ഞേക്കാം. മോളു ചതിക്കല്ലേ, ഐ പ്രോമിസ്. പോരെ? മതി. ഡീ, പിന്നെ നമ്മളെന്നാ പുറത്തു പോകുന്നേ? നീ വാക്ക് തന്നതാ, ഓർമ്മയില്ലേ? അത് പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് പോകണ്ടേ, അത് കാരണം ഒരു പേടി. ആരും അറിയില്ലെന്നേ, നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാം. പൊന്നു മോനെ, ദുരുദ്ദേശം വല്ലതുമാണെങ്കിൽ നിൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഏയ്, ഞാൻ അങ്ങനെ ചെയ്യോ? നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. എന്നാലും കുറേ നാളായി പറയുന്നതല്ലേ. ഞാൻ സമ്മതിച്ചു. അടുത്ത ആഴ്ച ഒരു ദിവസം പോകാം. മതി മതി, ലവ് യു ബേബി. ബസ് സ്റ്റോപ്പിൽ കളക്ഷൻ എടുത്ത് നിന്ന ഗോകുൽ എന്നെ കണ്ടതും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്കെത്തി. 7 മണിയായപ്പോഴേക്കും മമ്മി എത്തി. മുഖത്താകെ ഒരു ടെൻഷൻ പോലെ. എന്നെ കണ്ടതുപോലും നോക്കാതെ വേറെ ഏതോ ഒരു ലോകത്ത് നിന്നും വന്ന പോലെ റൂമിലേക്ക് കയറിപ്പോയി. എന്തോ ഒരു നിഗൂഢ ഭാവം മമ്മിയുടെ മുഖത്ത് വ്യക്തം. ഞാൻ റൂമിലേക്ക് പോയി ബുക്കെടുത്ത് വായിച്ചു. കുറച്ച് കഴിഞ്ഞ് ഒരു വിളി വന്നു. ഡാ എബി, ഇങ്ങോട്ട് വന്നേ. മമ്മി ചെസ് ബോർഡെല്ലാം സെറ്റ് ചെയ്ത് ഒരു സൈഡിലിരിക്കുന്നുണ്ട്. എന്നോടെതിരെ വന്നിരിക്കാൻ പറഞ്ഞു. കളി തുടങ്ങി. ചില ദിവസങ്ങളിൽ രാത്രി ഞങ്ങൾ ചെസ്സ് കളിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാര്യം മറ്റൊന്നാണ്. ഏതോ ഒരു കേസിന് തെളിവ് സംഘടിപ്പിക്കാനാണ് ഈ കളി. പലപ്പോഴും തുമ്പ് കിട്ടാത്ത കേസിൻ്റെ കാര്യങ്ങൾ ഞാനുമായി ചർച്ച ചെയ്യാറുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞുകൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പല കേസിനും തുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളോട് എനിക്ക് പണ്ടേ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തിൽ പുലിയാണ്. മമ്മിയും ഞാനും കരുക്കൾ നീക്കിക്കൊണ്ട് സംസാരം തുടങ്ങി. ഇന്നൊരു കേസ് വന്നു. ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചതാണ്. സൂയിസൈഡ് ആണെന്ന് ആദ്യം കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് ഒരു വീടിൻ്റെ മുകളിൽ പെയിൻ ഗസ്റ്റായി താമസിക്കുന്നതായിരുന്നു. ആ കുട്ടി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തെളിവെടുത്തപ്പോൾ അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം. അതെങ്ങനെ? 2 ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പുരുഷൻ്റെ ഫിംഗർ പ്രിൻ്റ് കൂടി. അതുമാത്രമല്ല, പിറകിലെ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. മരിക്കാൻ തീരുമാനിച്ചയാൾ ആദ്യം തന്നെ വാതിൽ ലോക്ക് ചെയ്യേണ്ടതല്ലേ, ആരും രക്ഷപ്പെടുത്താതിരിക്കാൻ. എന്നിട്ട് ആ കുട്ടിയുടെ കൂട്ടുകാരായി സംസാരിച്ചോ? കുട്ടിയുടെ വീട് കണ്ണൂരാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാ. ഇവിടെ ആകെ 5-6 പേരെ അറിയാവുന്നവരുള്ളൂ. അവർ കൂട്ടുകാരികളാണ്. അവർക്ക് ഇവളെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. എന്നാലും അവൾ ആത്മഹത്യയൊന്നും ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ വേറെ ആരുടെയും ഒപ്പം കണ്ടിട്ടുമില്ല. ഞാൻ കുറച്ച് സമയം കണ്ണുകൾ അടച്ചാലോചിച്ചു. മമ്മി, അവരുടെ ഫോൺ കസ്റ്റഡിയിലുണ്ടോ? ഉണ്ട്, തെളിവായി എടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഒപ്പം ഇരുന്ന് കുടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് അറിയാവുന്ന ആളായിരിക്കും. പക്ഷേ അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ആ കുട്ടി അയാളുടെ നമ്പർ സേവ് ചെയ്ത് ആ ഫോണിലുണ്ടാവില്ലേ? യെസ്. അപ്പോൾ ഒരു കാര്യം ചെക്ക് ചെയ്യ്. അവരുടെ കോണ്ടാക്റ്റിലുള്ള ഏത് നമ്പറാണ് ഈ കുട്ടി മരണപ്പെട്ട ദിവസം മരണപ്പെട്ട സ്ഥലത്തെ ടവർ ലൊക്കേഷനിൽ ആക്റ്റീവ് ആയിരുന്നത്, അത് നോക്കിയാൽ പോരെ?
അതോടൊപ്പം ഞാൻ മമ്മിയുടെ മന്ത്രിയെ വെട്ടി ചെക്കടിച്ചു. മമ്മി കുറച്ച് സമയം ആലോചിച്ച് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ച് പുറത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. 5 നമ്പർ സമയത്ത് ആക്റ്റീവായിരുന്നു. അതിൽ 4 എണ്ണം ഒപ്പം ജോലി ചെയ്യുന്നവർ. ഒരാൾ അരുൺ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴേക്കും മമ്മിക്ക് അടുത്ത കോള് വന്നു. അത് കേട്ട് ഞാനും ഞെട്ടി. ആ നമ്പർ ആ കുട്ടി മരണപ്പെട്ട് അരമണിക്കൂർ കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയതാണ്. പിന്നെ ഇതുവരെ ഓണായിട്ടില്ല. അയാളെപ്പറ്റി അന്വേഷിക്കാൻ അപ്പോൾ തന്നെ മമ്മി ഓർഡർ ചെയ്തു. മമ്മി ആശ്ചര്യത്തോടെ എന്നെ നോക്കി. നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ചീള് കേസ്. ഇനിയും തെളിയാത്ത കേസുകളുണ്ടെങ്കിൽ കൊണ്ടുവാ. മോൻ ആദ്യം പോയി പഠിച്ച് പാസ്സാകാൻ നോക്ക്. ടൈമായി, പോയി കിടക്കാൻ നോക്ക്. വിട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ശേഷം നേരെ റൂമിലേക്ക് പോയി അച്ചുവുമായി കുറച്ച് സമയം ഫോണിൽ മുഴിഞ്ഞ് കിടന്നുറങ്ങി. അടുത്ത ദിവസം ക്ലാസ്സുകൾ സാധാരണ പോലെ തന്നെ കടന്നുപോയി. അന്ന് വൈകുന്നേരം ഞാൻ ടി വിയും കണ്ടിരിക്കുകയാണ്. മമ്മി തുള്ളിച്ചാടി വാതിലൊക്കെ തുറന്നു വന്നു. ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. നേരെ എൻ്റെ അടുക്കൽ വന്ന് വാരിപ്പുണർന്ന് കവിളിലൊരു ഉമ്മ തന്നു. എന്തു പറ്റി? ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണല്ലോ. മറ്റവനെ പിടിച്ചു. ഇന്നലെ നീ പറഞ്ഞില്ലേ ആ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താണ്. എന്നിട്ട് അവൻ കുറ്റം സമ്മതിച്ചോ? ആദ്യം അവൻ ഉരുണ്ട് കളിച്ചു. തെളിവ് അവനെതിരായിരുന്നു. ഫിംഗർ പ്രിൻ്റ് മാച്ചായി. കാരണം എന്താ? എന്തിനാ അവനത് ചെയ്തേ? ഫേസ്ബുക്ക് പ്രണയമാണ്. അവർ തമ്മിൽ ശാരീരികമായും ബന്ധത്തിലായിരുന്നു. പ്രതിക്ക് വേറെ ഭാര്യയും മകനും ഉണ്ട്. ഈ കുട്ടി കല്യാണം കഴിക്കാൻ ശല്യമായിരുന്നു. അവളെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കൊലപാതകം. അവൻ എങ്ങനെ ഇത് ചെയ്തത്? ഇവർ ഒരുമിച്ച് മദ്യപിച്ച് കഴിഞ്ഞ് കയറുകൊണ്ട് കഴുത്തിൽ മുറുക്കിക്കൊന്നു. എന്നിട്ട് കെട്ടിത്തൂക്കി. കണ്ണിച്ചോരയില്ലാത്തവൻ. മമ്മി, അവനും തൂക്കുമരണം തന്നെ കൊടുക്കണം. അതെന്തായാലും കിട്ടും. പിന്നെ നീയാണ് എന്തായാലും കണ്ടുപിടിക്കാൻ സഹായിച്ചത്. ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും എന്നെയാണ് അനുമോദിച്ചത്. താങ്ക് യു മോനു. എന്നിട്ട് എനിക്ക് ആകെ തരുന്നത് ഒരു ഉണങ്ങിയ ഉമ്മയല്ലേ? മമ്മി ആൾ കൊള്ളാമല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് മട്ടൻ ബിരിയാണി വിത്ത് ചിക്കൻ സൂപ്പ്. ഓക്കെ, സമ്മതിച്ചു. എന്നാൽ ഞാൻ റെഡി ആവട്ടെ, ഒരുമിച്ച് പോകാമല്ലോ. ഓ, ഇനി എനിക്ക് വയ്യ. ഐ ആം ടു ടയേർഡ്. നീ പോയിട്ട് പാഴ്സൽ മേടിച്ചാൽ മതി. കാർ എടുത്തോ. ഞാൻ കാറിൻ്റെ കീയും മമ്മിയുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങി. പിന്നെ മമ്മി, കേരള പോലീസിന് എന്തെങ്കിലും തെളിയാത്ത കേസിലോ മറ്റോ ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഒന്ന് പോടാ ചെക്ക, പോയി മേടിക്കാൻ നോക്ക്. അവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് വിട്ടു. മട്ടൻ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. അത് 2 എണ്ണം വാങ്ങി വീട്ടിലേക്കെത്തി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കഴിച്ചു. ടി വിയിൽ പുതിയൊരു സിനിമയും സ്ട്രീം ചെയ്തു. അത് മുഴുവൻ കണ്ടു തീർത്താണ് കിടന്നത്. 2-3 ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. കാത്തിരുന്ന ദിവസം, അച്ചു കറങ്ങാനായി സമ്മതിച്ച ദിവസമെത്തി. തലേ ദിവസം തന്നെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ യൂണിഫോം ഇടാതെ ഒരു ജീൻസും ഷർട്ടും ധരിച്ചാണ് ഗോകുലിൻ്റെ കൂടെ സ്കൂളിലേക്ക് പോയത്. അവനെ സ്കൂളിലാക്കി അവൻ്റെ ബൈക്കുമായി അച്ചുവിനെ പിക്ക് ചെയ്യാൻ പോയി. ഒരു ചുവന്ന ചുരിദാർ ധരിച്ച് അവൾ എന്നെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. യൂണിഫോം ധരിച്ച് കറങ്ങിയാൽ ആർക്കെങ്കിലും സംശയമാകും എന്ന് തോന്നിയതാണ് സ്കൂളിലെ പ്രോഗ്രാമിൻ്റെ പേരും പറഞ്ഞ് കളർ ഡ്രസ് ആക്കിച്ചത്. ഭംഗിയായി കരിമഷി എഴുതിയ കണ്ണുകളും ആ ചെറിയ പൊട്ടും ചുവന്ന ചുണ്ടുകളുമായി ആ കടും ചുവപ്പ് നിറത്തിലെ ചുരിദാറും ധരിച്ച് ഒരപ്സരസിനെ പോലെ അവൾ എന്നെ ദൂരെ നിന്നും തന്നെ മയക്കി. അവളുടെ ആ തിളങ്ങുന്ന കണ്ണുകൾ മാത്രം മതി ഏതൊരാളെയും വശീകരിച്ച് വീഴ്ത്താൻ. ഞാനും വീണതതിലാണ്. എന്നെ കണ്ടതും അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ബൈക്കിലേക്ക് ഏന്തിക്കയറി. വേഗം പോകാനായി ആവശ്യപ്പെട്ടു. ഞാൻ വണ്ടിയുമായി ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു. ഡാ, ആരെങ്കിലും അറിയോ ഇത്? എനിക്ക് നല്ല പേടിയുണ്ട്. ആരും അറിയില്ല. നീ ഒന്ന് റിലാക്സ് ആക്. ഞാനില്ലേ ഇവിടെ. എങ്ങോട്ടാ ഇപ്പോൾ പോകുന്നത്? അതൊക്കെയുണ്ട്, നീ അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി. ഞാൻ വേഗത അല്പം കൂട്ടി. അപ്പോൾ അവൾ കൂടുതൽ എന്നിലേക്ക് ചേർന്നിരുന്നു.
അവളുടെ കുടങ്ങൾ എൻ്റെ പുറത്ത് ഞെങ്ങി അമർന്നു. കൈകൾ എൻ്റെ വയറിലൂടെ ചുറ്റി വരിഞ്ഞു. തല എൻ്റെ ഷോൾഡറിലാണ്. ആദ്യമേ എത്തിയത് ഒരു സിനിമാ തിയേറ്ററിലാണ്. ഒട്ടും തിരക്കില്ല. പാർക്കിങ്ങിൽ ആകെ മൊത്തം കുറച്ച് വണ്ടികൾ മാത്രം. സിനിമ ഏതാണെന്ന് പോലും നോക്കിയില്ല. അല്ലെങ്കിലും അതിന് പ്രസക്തിയില്ല. ടിക്കറ്റ് എടുക്കാനായി കൗണ്ടറിൽ ചെന്നു. അധികം ആരുമില്ലാത്ത ആ പഴയ തിയേറ്റർ വീക്ഷിച്ചുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു, ഡാ ചെക്ക, അടങ്ങി ഒതുങ്ങിയിരുന്ന് സിനിമ കണ്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും, പറഞ്ഞേക്കാം. അയ്യേ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇല്ല മോനെ, ഒട്ടുമില്ല. നീ ഒന്ന് വന്നേ, പടം ഇപ്പോൾ തുടങ്ങും. അവളുടെ കൈയും വലിച്ച് അകത്തേക്ക് കയറി. ഉള്ളിലാകെ 10 പേര് തികച്ചു കാണും. അതും കപ്പിൾസ് മാത്രം. ഓരോ ടീമും ഓരോ മൂലയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ലൊരു സൈഡ് നോക്കിയിരുന്നു. കുറച്ചു നേരം സിനിമയിൽ മുഴുകി. കൈകൾ കോർത്തു പിടിച്ചിരിക്കുകയാണ്. ഞാൻ കയ്യിൽ മെല്ലെ തഴുകി ശബ്ദമടക്കി അവൾ പറഞ്ഞു, അടങ്ങിയിരിക്ക് ചെക്ക, ഒരു ഉമ്മതാടി. അയ്യടാ, മര്യാദയ്ക്കിരുന്ന് സിനിമ കാണ്. ഒരു ഉമ്മ മാത്രം മതി പ്ലീസ്. ആരെങ്കിലും കാണും, നീ ഒന്ന് വെറുതെ ഇരിക്ക്. ആരും കാണില്ല, പ്ലീസ് പ്ലീസ്, ഒരെണ്ണം. ഒന്നേ ഉള്ളൂ, പിന്നെ ചോദിക്കരുത്. മതി മതി. നല്ല ഇരുട്ടാണെങ്കിലും അവളൊന്ന് തല ഉയർത്തി ചുറ്റും നോക്കി. എന്നിട്ട് അല്പം തല താഴ്ത്തി കുനിഞ്ഞിരുന്നു. മുഖവും ശരീരവും എൻ്റെ നേരെ തിരിച്ചു. സിനിമയിൽ നിന്നും വരുന്ന നേരിയ വെളിച്ചത്തിൽ അവളുടെ ചുണ്ടുകൾ തിളങ്ങുന്നത് കാണാമായിരുന്നു. ഞാൻ മുഖം അടുപ്പിച്ചുകൊണ്ട് ആ കീഴ്ചുണ്ട് സ്വന്തമാക്കി. അവൾ എനിക്ക് പ്രോത്സാഹനം മാത്രം തന്നു. ഞാൻ ആവേശം പൂണ്ടു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവളും ട്രാക്കിലായി. അവളും വിട്ടുകൊടുക്കാതെ മത്സരിച്ചു. ഞങ്ങൾ പരസ്പരം ചുംബനത്തിൽ ഏർപ്പെട്ടു. ചുംബനത്തിൽ നിന്ന് ഞാൻ ഒരുപാട് ആവേശം കാണിച്ചു. അവൾ നന്നായി എതിർത്തുവെങ്കിലും ഞാൻ അല്പം ബലപ്രയോഗം നടത്തി മുന്നേറി. അവളും പതുക്കെ ഓരോന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കുറേ നേരം ഞങ്ങൾ പരസ്പരം സന്തോഷം കണ്ടെത്തി. പെട്ടെന്ന് ബെൽ മുഴങ്ങി. സ്ക്രീനിൽ ഇൻ്റർവെൽ എഴുതി കാണിച്ചു. ലൈറ്റ് ഓണായി. അച്ചു ആകെ വിയർത്തു. അവൾ പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ എഴുന്നേറ്റ് എൻ്റെ കയ്യിൽ പിടുത്തമിട്ട് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഡാ മതി, നമുക്ക് പോകാം. പടം പകുതി ആയിട്ടുള്ളൂ, ബാക്കിയോ? കണ്ടതൊക്കെ മതി, ഞാനില്ല അകത്തേക്ക്. എന്തു പറ്റി രമണി? കുന്തം, നീ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ ബസ് കയറി പോകും. നിക്ക് പോകല്ലേ, ദേ വരുവാ. ഞാനും അവളും വീണ്ടും അടുത്ത മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്ര തുടർന്നു. എന്തു പറ്റി മോളൂ നിനക്ക് പെട്ടെന്ന്? പിന്നെ നല്ല കാര്യമാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. നന്നായി സുഖിച്ചില്ലേ നിനക്ക്? പിന്നെന്താ? എന്നും വെച്ച് അപ്പുറവും ഇപ്പുറവും ആളുകളുണ്ടെന്നൊരു ഓർമ്മ വേണ്ടേ? അതാണോ പ്രശ്നം? എന്നാൽ പിന്നെ നമുക്കൊരു റൂം എടുത്താലോ? ഭാ, ഒരു ഇടി വെച്ച് തന്നാലുണ്ടല്ലോ. അതോടൊപ്പം എൻ്റെ വയറിലൊരു കുത്തും വെച്ച് തന്നു. ബൈക്കൊന്ന് പാളി. ഡീ ചുമ്മാതിരി, ഇപ്പോൾ വീണേനെ. ഇനി എങ്ങോട്ടാ നീ പോകുന്നേ? ഒഴിഞ്ഞ സ്ഥലത്തേക്കാണേ ഞാനില്ല, എന്നെ ഇവിടെ ഇറക്കിയേക്ക്. കിടന്ന് കാറണ്ട, നമുക്ക് ലുലു മോളിലേക്ക് പോകാം. മതി. മോളിലെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. നല്ല വിശപ്പും. ആദ്യമേ ടോപ്പിലേക്ക് കയറി. KFCയിൽ നല്ല ഓഫർ. നേരെ കയറി കൊടുത്തു. അവളാണ് ഓർഡർ ചെയ്തത്. കിട്ടിയതൊക്കെ പേര് പോലും നോക്കാതെ അകത്താക്കി. അപ്പോഴാണ് ഞങ്ങളുടെ എതിരെ ഇരിക്കുന്ന ഫാമിലി എന്നെ ചൂഴ്ന്നു നോക്കുന്നു. എനിക്കും എവിടെയോ കണ്ടൊരു പരിചയം ആ ചേച്ചിയെ. ആരെന്ന് പിടികിട്ടുന്നില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായി. പിന്നെ കുറച്ച് കറങ്ങിയിട്ട് തിരിച്ചു പോകാനായി താഴേക്കിറങ്ങി. പെട്ടെന്നാണ് ഫോൺ ബെല്ല് ചെയ്യുന്നത്. ഫോൺ എടുത്ത് നോക്കി. മമ്മി. ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. എന്നാലും അച്ചുവുമായി കുറച്ചകലം പാലിച്ചു നിന്ന് ഫോൺ എടുത്തു. എബി, നീ എവിടെയാ? അപ്പുറം അല്പം ഗൗരവമുള്ള ശബ്ദം. ഞാൻ സ്കൂളിൽ. എന്തേ? ഞാൻ സ്കൂളിൻ്റെ പുറത്തുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. പണി പാളിയിട്ടുണ്ട്. എല്ലാം മമ്മിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ കണ്ട ആ സ്ത്രീ ചതിച്ചതാണ്. ഞാൻ ഉത്തരം കിട്ടാതെ മൗനം പാലിച്ചു. നിന്നോടാ പറഞ്ഞേ, നീ കേൾക്കുന്നില്ലേ? ഞാൻ പിടികൊടുക്കാൻ തന്നെ തീരുമാനിച്ചു.
സോറി മമ്മി, ഞാനിന്ന് സ്കൂളിൽ പോയില്ല, ഞാനിപ്പോൾ പുറത്താണ്. അത് പറഞ്ഞതും മമ്മി കോള് കട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയം സ്റ്റക്കായി നിന്നു. അച്ചുവിനോടൊന്നും പറഞ്ഞില്ല. അവൾ അറിഞ്ഞാൽ ഇവിടെ തലകറങ്ങി വീഴും. അതുകൊണ്ട് അവളോടൊന്നും പറയാതെ വണ്ടിയും എടുത്തു പോയി. അവളെ ഒരു സ്ഥലത്തിറക്കി ഞാൻ സ്കൂളിലേക്ക് പോയി. ഗോകുൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഡാ മൈത്താണ്ടി, പോസ്റ്റാക്കിയല്ലേ? സോറിഡാ, നീ കയറ്. എന്തായാലിയാ പോയിട്ട് അടിച്ചു പൊളിച്ചോ? നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ, മുഖമൊക്കെ വിളറി? മമ്മി അറിഞ്ഞെന്നാ തോന്നുന്നത്. ദേവിയെ, നീ തീർന്നടാ, തീർന്ന്. പേടിപ്പിക്കല്ലേ തേണ്ടി. കാര്യം പറഞ്ഞതാ. ചെറിയൊരു കാര്യത്തിന് കൊനിച്ച് നിർത്തി ഇടിക്കുന്ന ആളല്ലേ. ഇന്നിപ്പോൾ വെടിവെച്ച് കൊല്ലാതെ നോക്കിക്കോ. മനുഷ്യനെ പേടിപ്പിക്കാതെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു താടാ. ഒരു ഐഡിയയും ഇല്ല. നേരെ ചെന്നിട്ട് കിട്ടേണ്ടത് വാങ്ങിക്കോ. ഞാൻ നിന്നോട് അപ്പോളേ പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. ഡാ, ഇവിടെ ഞാൻ ഇറങ്ങുക. ഇവിടെ എന്താ? ഒരാളെ കാണാനുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി. അവിടെയുള്ള ചെറിയ പാർക്കിൽ പോയിരുന്നു. വീട്ടിലേക്ക് പോയില്ല. എത്ര ആലോചിച്ചിട്ടും സമാധാനം മാത്രം കിട്ടുന്നില്ല. ഒരുപാട് സമയം ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നു. സമയം വേഗത്തിൽ കടന്നുപോയി. ചുറ്റും അന്ധകാരം പടർന്നു. മമ്മിയുടെ അടുത്ത ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. വേഗം വന്ന് കിട്ടേണ്ടത് വാങ്ങിക്കോ. വൈകിയാൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് പോലും അറിയില്ല. വീണ്ടും ഫോൺ കട്ടായി. ഇനിയും വൈകുന്നത് കൂടുതൽ അപകടം വരുത്തും. ഞാൻ വീട്ടിലേക്ക് നടന്നു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. അകത്താരെയും കാണുന്നില്ല. ഞാൻ ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ മുകളിലുള്ള റൂമിലേക്ക് പോകാൻ ഒരുങ്ങി കോണിപ്പടിയിലേക്ക് നടന്നു. പെട്ടെന്ന് വലതുവശത്ത് നിന്നും എന്തോ ആക്രമിക്കാൻ വരുന്നത് ഞാൻ കണ്ടു. മമ്മി തന്നെയാണ്. കുതിച്ചു വന്ന് ഒരെണ്ണം മുതുകിൽ കിട്ടി. അപ്പോഴേക്കും ഞാൻ ഓടി ഡൈനിങ് ടേബിളിൻ്റെ പിറകിൽ അഭയം പ്രാപിച്ചു. മമ്മി ഒരു കൊലയാളിയെ കീഴ്പ്പെടുത്തുന്ന ആസക്തിയോടെ അലറി. മര്യാദയ്ക്ക് വന്നോ, ഇല്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ ഇല്ല എന്ന് തലയാട്ടി. ടേബിളിലിരുന്ന സെറാമിക് പ്ലേറ്റിലൊന്ന് എൻ്റെ നേർക്കെടുത്തെറിഞ്ഞു. വേറെ വഴിക്ക് പോയി ഭിത്തിയിൽ ഇടിച്ച് ചിതറി. വീണ്ടും ഒരെണ്ണം, അതും മേത്തുകൊള്ളാതെ പോയി. അടുത്തതായി കയ്യിലെടുത്തത് ചില്ല് ഗ്ലാസ്സാണ്. അത് കണ്ടതും ഞാൻ 2 കൈകളും നേരെ പിടിച്ചു നിർത്താൻ പറഞ്ഞു. ഓക്കെ, ഞാൻ കീഴടങ്ങി. ഞാൻ മമ്മിയുടെ അടുക്കലേക്ക് ചെന്നു. മമ്മി ഗ്ലാസ് തിരിച്ചു വെച്ചു. എന്നെ കൊല്ലാനുള്ള ദേഷ്യം ആ മുഖത്ത് കാണാം. ഞാൻ അടുത്തെത്തിയതും എൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഞാൻ അടി കൊള്ളാനായി കണ്ണുകൾ അടച്ചു പിടിച്ചു. അടി വരുന്നില്ല. ഞാൻ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. മമ്മി 2 കൈകളും കൊണ്ട് നെഞ്ചിൽ തള്ളി എന്നെ നിലത്തേക്കിട്ടു. ഇതെന്ത് അത്ഭുതം! ഞാൻ ആ വീണ പോലെ നിലത്തിരുന്നു. നിന്നെ തല്ലിയിട്ട് ഒരു കാര്യവുമില്ല. നീ നശിഞ്ഞു പോയി. നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോ. ഞാനിനി നിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ആദ്യമായി ചെറുതായി കരഞ്ഞുകൊണ്ടാണ് മമ്മി അത് പറഞ്ഞത്. അത് പറഞ്ഞതും മമ്മി റൂമിലേക്ക് കടന്നുപോയി വാതിൽ ഉച്ചത്തിൽ അടച്ചു. ഞാൻ ഒന്നും മനസ്സിലാവാതെ കുറച്ചു നേരം ഇരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മമ്മി ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു. ഞാൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. അടുത്ത ദിവസം മമ്മി എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കണ്ട ഭാവം കാണിക്കാതെ എൻ്റെ മുന്നിലൂടെ ജോലിക്ക് പോയി. വൈകിട്ടും അതേ അവസ്ഥ. അടുത്ത ദിവസവും ഒന്നും മിണ്ടുന്നില്ല. ഞാനും പിന്നെ അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. 3-ാം ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ 2 പേരും വീട്ടിൽ തന്നെയാണ്. ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് ഒട്ടും ബുദ്ധിയല്ല. ഞാൻ തന്നെ പോയി സംസാരിച്ചു. കുറേ സോറിയൊക്കെ പറഞ്ഞ് കാലിൽ വീണു. പിന്നെ മമ്മിയും ഓക്കെയായി. എന്നാലും പഴയ ഒരു മൂഡിലേക്ക് എത്തുന്നില്ല. ഓരോ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ മമ്മി വീണ്ടും പഴയ പോലെയായി സംസാരിച്ചു തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരികയായിരുന്നു. ബസ്സിലാണ് ഞാൻ, ഗോകുൽ, പിന്നെ അബി. ഞങ്ങൾ സീറ്റ് കിട്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ്. ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെയാണ്. മുന്നിൽ നിന്നൊരു ബഹളം. ഒരു പെൺകുട്ടിയുടെ ഉറക്കെയുള്ള ശബ്ദം കേൾക്കാം. ഒപ്പം വേറെ ഒരാളും സംസാരിക്കുന്നുണ്ട്.
ആരും ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുന്നിലേക്ക് കയറി. കാര്യം മനസ്സിലായി. ക്ലാസ്സിലുള്ള കുട്ടിയാണ്. എന്താ അഭിരാമി, എന്താ പ്രശ്നം? ഞാൻ തന്നെ കയറി ചോദിച്ചു. ദേ ഇയാൾ കുറേ നേരമായി തുടങ്ങിയിട്ട് തോണ്ടലും മാന്തലും ശല്യം. 45 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് അപ്പുറം. അവൾ പറഞ്ഞു തീർന്നതും ഗൂഗിൾ ചാടി കയറി ഒന്ന് പൊട്ടിച്ചു. പിന്നെ ഞാനും ഇടപെട്ടു. 2-3 മിനിറ്റ് പടക്കം പൊട്ടുന്ന പോലെ കൊടുത്തു. അയാൾ തല്ല് നിന്ന് വാങ്ങി, തിരിച്ചൊന്നും ചെയ്തില്ല. അവസാനം അയാളെ വലിച്ച് ബസ്സിൻ്റെ പുറത്തേക്കിട്ടു. വീണ്ടും ബസ് നീങ്ങി തുടങ്ങി. അവൾ അതിനൊരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. പണ്ട് ഇതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് മമ്മിയായിരുന്നു സ്റ്റാർ. അന്ന് ഞാൻ കുട്ടിയാണ്. ഞാനും മമ്മിയും ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംഭവിച്ച പോലെ തന്നെ ഒരു കുട്ടിയുമായി തർക്കം. പക്ഷേ കണ്ടക്ടറാണ് പ്രശ്നക്കാരൻ. അയാൾ ശരീരത്തിൽ സ്പർശിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടക്ടർ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. ബസ്സിലുള്ള ആരും പ്രതികരിക്കുന്നില്ല. പിന്നെ മമ്മി ഇടപെട്ടു. മമ്മിയും കണ്ടക്ടറും തമ്മിലായി വാക്ക് തർക്കം. മമ്മി പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞതും അയാൾ ഒരുപാട് ചൂടായി മോശമായി സംസാരിച്ചു. നീ വിളിക്കടി, പോലീസ് വന്നിട്ട് നീ വണ്ടിയിൽ നിന്ന് പോയാൽ മതി എന്നൊക്കെയായി അയാളുടെ ഭീഷണി. മമ്മി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. വണ്ടി നമ്പറും സ്ഥലവും പറയുന്നുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു പോലീസ് വണ്ടിയുടെ സൈറൻ കേട്ടു. നിമിഷങ്ങൾ കൊണ്ട് ചീറിപ്പാഞ്ഞു വന്ന വണ്ടി ബസ്സിനെ വട്ടം വെച്ച് നിർത്തി. കുറച്ച് പോലീസുകാർ ബസ്സിലേക്ക് കയറി മമ്മിയെ കണ്ട് സല്യൂട്ട് ചെയ്തു. ഇത് കണ്ട് കണ്ടക്ടർ വായും പൊളിച്ചു നിൽക്കുന്നു. പിന്നെ പിറകിലൂടെ ഇറങ്ങി ഓടാൻ നോക്കി. അപ്പോഴേക്കും പുറകിൽ നിന്നും എത്തിയ പോലീസ് അയാളെ വളഞ്ഞിരുന്നു. അവിടെ വെച്ച് തന്നെ നല്ല തല്ലു കൊടുത്തുകൊണ്ട് ജീപ്പിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോയി. അയാൾ അതിൻ്റെ ഇടയിലും മമ്മിയോട് സോറി പറയുന്നുണ്ട്. ആ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും രോമാഞ്ചം വരും. അന്ന് വൈകുന്നേരം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി കുറച്ച് നേരത്തെ തന്നെ എത്തി. എന്താ മമ്മി, ഇന്ന് നേരത്തെ ആണല്ലോ? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമെന്ന്? അയ്യോ, അതിൻ്റെ കാര്യം ഞാൻ മറന്നു. അതെനിക്കറിയായിരുന്നു. അതല്ലേ ഞാൻ നേരത്തെ തന്നെ എത്തിയത്. പൊന്നുമോൻ പോയി വേഗം റെഡിയായി വാ. TV-യിൽ നല്ലൊരു സിനിമയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ. പോകാൻ മടി പിടിച്ചു. ഞാൻ വരണോ മമ്മി? ഒറ്റയ്ക്ക് പൊക്കൊള്ളോ? ദേ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് പോയി റെഡി ആയിക്കോ. ഹോ, സമ്മതിച്ചു. ഒരു 5 മിനിറ്റ് താ. ആ, അപ്പോഴേക്കും ഞാനും ഒന്ന് റെഡിയാവട്ടെ. അതും പറഞ്ഞ് മമ്മി റൂമിലേക്ക് പോയി. ഞാനും പോയി ഒന്ന് കുളിച്ചു. പുതുതായി വാങ്ങിയ ഒരു ഷർട്ടുണ്ടായി. അതുമിട്ട് ഹാളിലേക്ക് എത്തി. ഉറക്കെ വിളിച്ചു, മമ്മി ഞാൻ റെഡിയായി, പോയാലോ? ദേ വരുന്നു. നീ കാറെടുത്ത് തിരിച്ചിട്, ഞാൻ അപ്പോഴേക്കും എത്താം. റൂമിൽ നിന്നും ശബ്ദം മുഴങ്ങി. ഞാൻ പുറത്തേക്ക് പോയി കാറിൽ കയറിയിരുന്നു. കുറച്ച് സമയം കടന്നുപോയി. അപ്പോഴേക്കും മമ്മി വാതിൽ പൂട്ടി നടന്നു വരുന്നു. ചന്ദ്രഗ്രഹണ ദിവസമാണ്. ചന്ദ്രൻ്റെ നല്ല രീതിയിലുള്ള പ്രകാശമുണ്ടായിരുന്നു. മമ്മി ഒരു ചുവന്ന സാരിയിൽ ഒരു സ്വർണ്ണം പൂമ്പാറ്റയെ പോലെ തിളങ്ങി വന്നു. മുടി അഴിച്ചിട്ടിരുന്നു. ഒട്ടും തന്നെ മേക്കപ്പ് ഇല്ല. ചെറിയൊരു സ്വർണ്ണമാല മാത്രം കഴുത്തിലുണ്ട്. എന്നിട്ടും എന്തൊരു തേജസ്സാണ് ആ മുഖത്തിന്. ആരും മയങ്ങുന്ന വാർത്തെടുത്ത ശില്പം പോലെ. ഞാനും കണ്ണു ചിമ്മാതെ ആ വരവ് നോക്കിയിരുന്നു. അല്ലെങ്കിലും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സുന്ദരികളാകുന്നത് ചുവന്ന വസ്ത്രത്തിലാണ്. എനിക്ക് പോലും മമ്മിയുടെ ആ വരവിൽ അസൂയയും അഹങ്കാരവും ഒരുപോലെ തോന്നി. മമ്മിക്ക് വേണ്ടി ഞാൻ ഡ്രൈവർ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. സൈഡ് സീറ്റിലിരുന്നു. മമ്മി തന്നെ വണ്ടിയെടുത്തു. മമ്മി ഇന്ന് ഒരുപാട് സുന്ദരിയായിട്ടുണ്ടല്ലോ. നല്ലോണം മേക്കപ്പ് കോരിയിട്ടല്ലേ? പോടാ ഒന്ന്. ഞാൻ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല. ഇതൊക്കെ ജന്മനാ ഉള്ളതാ. ഒരുപാട് അങ്ങോട്ട് യങ് ആവണ്ട കേട്ടല്ലോ. വയസ്സിപ്പോൾ കുറേ ആയി. പ്രായപൂർത്തിയായ മോനുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഓ, ഇങ്ങനൊരു കുശുമ്പൻ. ഇല്ലാന്നേ, ഞാൻ സത്യമായിട്ട് പറയുന്നതാ. ഇങ്ങനെ പോയാൽ മമ്മി എല്ലാവരും സന്തൂർ മമ്മിയാക്കും. സോപ്പിട്ട് പതപ്പിക്കുന്നുണ്ടല്ലോ. എന്താടാ, വേറെ വല്ല കാര്യമുണ്ടോ? ദേ പിന്നെ തുടങ്ങി. എന്നാ ഞാൻ നിർത്തി പോരെ. ഏകദേശം 1/2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു.
അധികം ആളുകളൊന്നുമില്ലാത്ത ചെറിയൊരു ഫംഗ്ഷൻ. ചെന്നിറങ്ങിയതും ആരോ അടുത്തേക്ക് വരുന്നു. ഓ ഗോഡ്, അതാ വരുന്നു മാരണം. ഹായ് ചേച്ചി, എന്താ വൈകിയേ? ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി, പിന്നെ ബ്ലോക്കും കടന്ന് വരണ്ടേ. എന്നെ കണ്ടതും കൈനീട്ടി ഷേക്ക് ഹാൻഡ് തന്ന് ചെറുതായി കെട്ടിപ്പിടിച്ചു. എബിക്കുട്ട, ഞാൻ കരുതി നീ വരില്ല എന്ന്. ഞാനൊന്ന് ഇളിച്ചു കാണിച്ചു. അനു, എന്തായി ഉള്ളിൽ, കേക്ക് മുറിച്ചോ? മമ്മി പെട്ടെന്ന് കയറി ചോദിച്ചു. ഇല്ല, ഇപ്പോൾ കട്ട് ചെയ്യും, വാ നമുക്ക് അകത്തേക്ക് പോകാം. അനു എൻ്റെ കൈ വിടാതെ തന്നെ അകത്തേക്ക് നടന്നു. ഇവളുടെ പേര് അനുപമ, മമ്മിയുടെ സഹപ്രവർത്തകയും അസിസ്റ്റൻറ്റും. 27 വയസ്സുണ്ട്, കല്യാണം കഴിഞ്ഞില്ല. മമ്മിക്ക് ഇവളെ ഭയങ്കര കാര്യമാണ്, എനിക്ക് നേരെ തിരിച്ചും. മമ്മി ഒരു അനുജത്തിയെ പോലെയാണ് കാണുന്നത്. അവളാണെങ്കിൽ മാഡം എന്നൊന്നും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കിവളൊരു ശല്യമാണ്. കുറച്ച് നാളായി അവളെൻ്റെ പിറകെ കൂടിയിട്ട്. എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ പാർട്ടിക്കാണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. അന്ന് ഞാൻ നീട്ടിയ കേക്ക് അവൾ എൻ്റെ വിരൽ ഉൾപ്പെടെ ചപ്പിയൂമ്പി. അന്ന് എനിക്ക് ചെറിയ സംശയം ഉദിച്ചു. പിന്നെ ഇവൾ ഇടയ്ക്കിടെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അപ്പോഴൊക്കെ എന്നോടുള്ള സമീപനം വളരെ മോശമാണ്. എന്നെക്കൊണ്ട് കളിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് എന്നെയും കൊണ്ട് പുറത്തൊക്കെ പോകും. എന്നിട്ട് ദേഹം മുട്ടിയുരുമ്മി വശീകരിക്കാൻ നോക്കും. എനിക്കതുകൊണ്ട് തന്നെ ഇവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നും ഇവൾ ഇതുപോലെ തന്നെയാണ്. വീടിൻ്റെ അകത്തേക്കെത്തി. ഒരുവിധം ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നല്ല രീതിയിൽ തന്നെ വീട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഒരുപാട് ബലൂണുകൾ അങ്ങും ഇങ്ങും. മമ്മിയുടെ കൂട്ടുകാരി ലിസി ചേച്ചിയുടെ മകളുടെയാണ് ബർത്ത്ഡേ. 5 വയസ്സാകുന്നു. പാട്ടൊക്കെ പാടി കേക്ക് മുറിച്ചു. പിന്നെ നല്ല രീതിയിലുള്ള ഫുഡും കഴിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഒരു കസേരയിലിരുന്നു, ഫോണിൽ തോണ്ടി. സമയം ഒച്ചിനെ പോലെ തെന്നി നീങ്ങി. ആളുകളെല്ലാം പോയി തുടങ്ങി. അപ്പോൾ അതാ ലിസി ചേച്ചി വലിയ ബോട്ടിൽ വൈനും കൊണ്ടുവന്നു. മമ്മിക്കും അനുവിനും കൊടുത്തു. പിന്നെ അത് കുടിച്ചു തീർക്കുന്ന പണിയിലായിരുന്നു അവർ. വേറെ ആരൊക്കെയോ വന്ന് ഓരോ ഗ്ലാസ്സുകൾ കുടിച്ചു. കണ്ടിട്ട് ഒരു ഗ്ലാസ് കുടിക്കാനായി ഞാൻ അവരെ തന്നെ നോക്കി. അനു എന്നെ ശ്രദ്ധിച്ചു. ചേച്ചി, എബിക്കൊരു ഗ്ലാസ് കൊടുക്കട്ടെ? വേണ്ട വേണ്ട, അവനെ പോകുമ്പോൾ വണ്ടി ഓടിപ്പിക്കാനുള്ളതാ. അതും പറഞ്ഞ് മമ്മി അടുത്ത ഗ്ലാസും കുടിച്ച് ആ ബോട്ടിൽ തീർത്തു. ഓഹ്, നാശം പിടിക്കാൻ ഒരു തുള്ളി പോലും കിട്ടിയില്ല, വെറുതെ കൊതിപ്പിച്ചു. അപ്പോഴേക്കും ആളുകളെല്ലാം പോയി തീർന്നു. ഒരു ഊബർ ടാക്സി വന്നു. അനുവും അതിൽ കയറിപ്പോയി. പിന്നെ ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. മമ്മിക്ക് ചെറുതായി റിലേ പോയിട്ടുണ്ട്. വർത്തമാനത്തിലും നടത്തത്തിലും ഒരു വശപ്പിശക്. എങ്ങനെയോ നടന്ന് വണ്ടിയിൽ കയറി. ഞാൻ വണ്ടിയെടുത്ത് ഓടിച്ചു തുടങ്ങി. അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ തരില്ല. എന്നിപ്പോൾ കുടിച്ചു കഴിഞ്ഞ് ഞാൻ ഓടിക്കണോ അല്ലേ? ബുദ്ധിമുട്ടായോ എൻ്റെ മോനൂന്? എന്നാൽ മമ്മി ഓടിക്കാം, വണ്ടി നിർത്ത്. മമ്മിയുടെ സംസാരം ആകെ കുഴഞ്ഞു. ഇന്നീ അവസ്ഥയിൽ വണ്ടി ഓടിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പവുമില്ല. നീ വണ്ടി ഒന്ന് നിർത്തോ, ഒന്ന് നിർത്താൻ. ആളുടെ മുഴുവൻ റിലേയും പോയി. നാക്കൊക്കെ ഉളുക്കിയാണ് സംസാരിക്കുന്നത്. കണ്ണുകൾ പാതി തുറന്ന് ചിമ്മിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നപ്പോൾ ആ കാര്യം തന്നെ മമ്മി മറന്നു. പെട്ടെന്നൊരു മഴയും പെയ്തു. കൊച്ചിയിൽ രാത്രിയിലും ഒരുപാട് വണ്ടികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞു. എന്നാലും ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല രസമാണ്. മമ്മിയെ ഒന്ന് നോക്കി. ആള് കുഴഞ്ഞു കിടപ്പുണ്ട്. കണ്ണുകൾ അടച്ച് ചെറുതായി ഉറങ്ങിപ്പോയിരുന്നു. ഞാനൊരു പാട്ട് പ്ലേ ചെയ്തപ്പോൾ മദ്യലഹരിയിൽ ഉറക്കത്തിൽ തന്നെ ആ പാട്ടിന് താളം പിടിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അങ്ങനെ വീട്ടിലേക്കെത്തി. ചെറുതായി മഴ അപ്പോഴും ഉണ്ട്. കാറ് പാർക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. മമ്മിയുടെ ഡോറ് തുറന്നു. കക്ഷി മയക്കത്തിലാണ്. ഞാൻ തോണ്ടി വിളിച്ചു. മമ്മി എണീറ്റേ, വീട്ടിലെത്തി. ഇത്ര പെട്ടെന്ന് എത്തിയോ? ഹോ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങോ? എഴുന്നേൽക്കാനായി ഒന്ന് ശ്രമിച്ചു, നടക്കുന്നില്ല. അവസാനം എനിക്ക് നേരെ കൈ നീട്ടി. ഞാൻ ഒറ്റ വലിക്ക് പുറത്തേക്കെടുത്തു.
ചുറ്റുപാടും ഒന്ന് നോക്കി കണ്ണുകൾ തിരുമ്മി വീട്ടിലേക്ക് നടന്നു. ആടിക്കുഴഞ്ഞാണ് നടക്കുന്നത്. ഞാൻ തൊട്ടുപുറകെ വീണാൽ പിടിക്കാൻ സാധിക്കുന്ന ദൂരത്തിലാണ്. കണക്കുകൂട്ടൽ തെറ്റിയില്ല. ആദ്യത്തെ പടിയിൽ കാല് വെച്ചതും സ്റ്റെപ്പ് തെറ്റി പിറകിലേക്ക് മറിഞ്ഞു. ഞാൻ പിറകിലൂടെ ഇടത് കൈകൊണ്ട് വീഴാതെ പിടിച്ച് നേരെ നിർത്തി. സാരി ആയതുകൊണ്ട് നഗ്നമായ ഇടുപ്പിലാണ് പിടുത്തം വീണത്. പറ്റാവുന്നത് കുടിച്ചാൽ പോരെ മമ്മി? മമ്മി എൻ്റെ മുഖത്തേക്ക് നോക്കി പല്ലുകൾ കാണിച്ച് ചിരിച്ചു. എന്നിട്ട് വലത് കൈ എൻ്റെ ഷോൾഡറിൽ മുറുക്കെ പിടിച്ചു. വാ ഇനി പോകാം, മമ്മി കൊഞ്ചി. ഞാൻ മമ്മിയെയും കൊണ്ട് ഏന്തി നടന്ന് പടികൾ കയറി. സോഫ്റ്റായ വയറിൻ്റെ സൈഡിൽ ഞാൻ നല്ല ബലത്തിൽ തന്നെ ഇറുക്കി പിടിച്ചിരുന്നു. മുട്ടിയുരുമ്മി നടക്കുമ്പോൾ മമ്മിയിൽ നിന്നും ഒരു പ്രത്യേക സുഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി. മമ്മിയുടെ റൂമിൻ്റെ മുന്നിലെത്തിയ ശേഷം ഞാൻ പിടുത്തം വിട്ടു. വാതിൽ തുറന്ന് മമ്മി അകത്തേക്ക് കയറ്റി വിട്ടു. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് മുകളിലേക്ക് കയറി. റൂമിലെത്തി ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റി. ഒരു ഷോർട്സ് മാത്രം ഇട്ടു. സമയം 12 മണി ആകാറായിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയാണ്. ക്ലാസ്സിൽ പോകണ്ട, സുഖമായിട്ട് ഉറങ്ങാം. ഞാൻ ബെഡ് ലക്ഷ്യമാക്കി ചാടി വീണു. അപ്പോൾ അതാ താഴെ നിന്നും മമ്മിയുടെ ഉറക്കെയുള്ള വിളി. 2-3 വിളിച്ചു. ഞാൻ വീണ്ടും താഴേക്കിറങ്ങി. ഇനിയിപ്പോൾ എന്താണാവോ ദൈവമേ. വാതിൽ ചാരിയിരിക്കുന്നു. ഞാൻ നേരെ ചെന്ന് വാതിൽ തള്ളി തുറന്നു. കണ്ട കാഴ്ച എൻ്റെ നാഡിയോട്ടം വരെ സ്തംഭിപ്പിക്കുന്നതായിരുന്നു. മമ്മി ആകെ ഒരു കുട്ടി ബ്ലൗസും ചുവന്ന അടിപ്പാവാടയും മാത്രം ധരിച്ചുകൊണ്ട് പാവാടയുടെ വള്ളി അഴിക്കാൻ നോക്കുന്നു. ആ കാഴ്ച കണ്ട ഞാൻ കുറച്ച് സമയത്തേക്ക് ശ്വാസം എടുക്കാൻ പോലും ആകാതെ നിശ്ചലനായി നിന്നുപോയി. പിന്നെ ഓർമ്മ വീണ്ടെടുത്ത് ഞാൻ ആ മേനിയിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് വേറെ സ്ഥലത്തേക്ക് നോക്കി ചോദിച്ചു, എന്താ മമ്മി വിളിച്ചേ? എനിക്കൊരു കത്തി എടുത്ത് തരുമോ? കത്തിയോ? അതെന്തിനാ? ഈ നാശം പിടിച്ച പാവാട അഴിക്കാൻ പറ്റണില്ല. ഇതിന്ന് മുറിക്കാനാണ്. ഈ പണ്ടാരം പിടിച്ച സാരി കണ്ടുപിടിച്ചത് ഏത് റാസ്കലാണാവോ? അത്രേ ഉള്ളോ? കത്തിയൊന്നും വേണ്ട, ഞാൻ അഴിച്ചു തരാം. നോക്കി നിൽക്കാതെ ഒന്ന് വാടാ. ഞാൻ ആ വാതിലിൻ്റെ അടുത്ത് നിന്ന് നടന്നു. മമ്മി ഇട്ടിരുന്ന സാരി അലക്ഷ്യമായി റൂമിൻ്റെ ഒരു വശത്ത് കിടക്കുന്നു. അതുപോലെ തന്നെ ചുവന്ന ബ്ലൗസും നിലത്ത് കിടക്കുന്നുണ്ട്. മമ്മിയുടെ മുന്നിൽ ചെന്ന് നിന്നു. മമ്മി ഇപ്പോഴും ചെറിയ ലഹരിയിൽ തന്നെയാണ്. കണ്ണുകളൊക്കെ പതറി ചിമ്മിക്കൊണ്ടിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കണ്ണുകൾ ആ മേനിയിൽ ആഴ്ന്നിറങ്ങി. എന്തൊരങ്കലാവണ്യം! അപ്പോൾ ഈ സ്റ്റോറിക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പാർട്ട് 2 വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പാർട്ട് 2 വിടാം. പിന്നെ ഇതിൻ്റെ ബാക്കി ഒരു ചെറിയൊരു ടെലഗ്രാം പോർഷനിൽ ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്. അതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ടെലഗ്രാമിൽ വിട്ടേക്കാം. എന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.